മോൾ മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മട്ടൺ വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പേര് കേൾക്കുന്ന അത്ര പാടൊന്നുമില്ല, വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നന്നായിട്ട് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. മട്ടൺ വെജിറ്റബിൾ പുലാവിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മട്ടണിൽ മസാലയൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. യെല്ലോടുകൂടിയാണ് എടുത്തിരിക്കുന്നത്. എല്ല് വേണ്ടെങ്കിൽ ചെറിയ പീസസ് ആക്കി എടുത്താലും മതി. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, തൈര്. തക്കാളിക്ക നല്ല വലിപ്പമുള്ളതാണ്, അതുകൊണ്ട് പകുതി എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് പഴുത്ത തക്കാളിക്ക് എടുക്കണം. 1 സവോള, ഇഞ്ചി വലിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 10-12 എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1.5 സ്പൂൺ, മുളക് പൊടി 1.5 സ്പൂൺ. ഞാൻ കാശ്മീരി ചില്ലി പൗഡറും പിരിയമുളകും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. പിരിയമുളക് കുറച്ചേ ഉള്ളൂ. ഇവിടെ എരിവ് ഒരുപാട് വേണ്ട. എരിവിനനുസരിച്ച് പിരിയമുളകും കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ. മസാലകളൊക്കെ കുറവ് മതിയാവും. നമ്മൾ സാധാരണ മട്ടൻ കറി വെക്കുന്ന പോലെ കൂടുതൽ മസാല ചേർക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. സവോള, ഉപ്പ്, ഒന്നര ടേബിൾ സ്പൂൺ തരി ചേർക്കുക. തക്കാളിക്ക് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കാം. അരമണിക്കൂർ മുതൽ 1-2 മണിക്കൂർ വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരം വെക്കാൻ സമയം കിട്ടത്തില്ലല്ലോ. ഇറച്ചി അരമണിക്കൂറായിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റവ് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ തക്കാളിക്ക് അരച്ചതും തൈരൊക്കെ ചേർത്തുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഇറച്ചിയിൽ നിന്നും വെള്ളം ഇറക്കി വരുമല്ലോ. വെള്ളം ചേർക്കേണ്ടവർക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഞാൻ കുക്കറിലല്ല വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ വേവിക്കുന്നവർക്ക് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കണം. ഇറച്ചി നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 3 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂറായിട്ട് അത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു വൈറ്റ് കളറില്ലാത്തത്. ഇതാണ് ഇച്ചിരി കൂടെ ഹെൽത്തി എന്ന് പറയുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഈ വെജിറ്റബിൾ റൈസിന് ഒരു വൈറ്റ് കളർ ആയിരിക്കത്തില്ല. അരി ഇങ്ങനെയൊന്ന് കുതിർത്ത് വെക്കുന്നത് അതധികം വെന്ത് പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. 1 സവോള തീരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. 4 വെളുത്തുള്ളി തീരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 1 ബേ ലീഫ്, 1 ഓൾ സ്പൈസ് സർവ്വസുഗന്ധിയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഉള്ളത് കൊണ്ടാണ് പച്ച എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഉണക്കി മേടിക്കുന്നെടുക്കാം. 5 ഏലക്ക, കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു ഉണ്ടെങ്കിൽ ഒരു 7 എണ്ണം എടുക്കാം. മല്ലിയില, പുതിനയില, വെജിറ്റബിൾസ് ആയിട്ട് പച്ചപ്പയർ, മഷ്റൂം, ക്യാരറ്റ്. ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്യാം. ഉരുളക്കിഴങ്ങോ ബീൻസോ ഒക്കെ യൂസ് ചെയ്യാം. ഉപ്പ്, പച്ചമുളക്, നെയ്യ്, നാരങ്ങ. ഞാൻ ബസുമതി റൈസിലേക്ക് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം ചതച്ചത്, 2 സ്പൂൺ നാരങ്ങാനീര്, കുറച്ച് ഉപ്പും ചേർത്തൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കുന്നത്. വേവിച്ച് ഊറ്റിയെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ
എടുക്കുന്ന ബസ്മതി റൈസിൻ്റെ ഇരട്ടി വെള്ളം, അതായത് 2 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നതെങ്കിൽ 4 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി. ഞാനത് ഊറ്റിയാണ് എടുക്കുന്നത്. നാരങ്ങാനീര് ചേർക്കുന്നത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. പിന്നെ ചെറിയൊരു ഫ്ലേവറിലും വ്യത്യാസം വരും. ചൂടായ പാനിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ബേ ലീഫ്, സർവ്വസുഗന്ധി, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള. ഇത് തീ കൂട്ടി തന്നെ പെട്ടെന്ന് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് ചേർക്കാം. സവാള നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. എരിവിൻ്റെ പാകത്തിന് പച്ചമുളക് ചേർക്കണം. നമ്മൾ ഇറച്ചിയിൽ മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഈ വെജിറ്റബിൾസ് നമുക്ക് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ആവിയിൽ വേവിക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇത് ഞാൻ ഇറച്ചി വേവിച്ച കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുക. ഇറച്ചി വേവിച്ച് വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർക്കാം. ബസ്മതി റൈസ് ഒട്ടും വെന്ത് പോയിട്ടില്ല. നന്നായിട്ട് വേകുന്നതിന് മുമ്പേ തന്നെ എടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതിയാവും. ഉപ്പ് പാകമാണോ നോക്കാം. നെയ്യുടെ ചുവ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കുറച്ച് നെയ്യ് കൂടെ മേളിൽ ഒഴിക്കാം. മല്ലിയിലയും പുതിനയിലയും വെതറി ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതാണെന്ന് പറ. സൂപ്പർ, അടിപൊളി, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ പേര്? മട്ടൻ പുലാവ്. മട്ടൻ പുലാവ്. ഓക്കെ, അടിപൊളി. ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? അത് വരുമ്പോൾ തന്നെ യൂട്യൂബിൽ കണ്ടാൽ പോരെ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് കസിനാണ് കേട്ടോ. ഫാന്റാസ്റ്റിക്. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക.